എറണാകുളത്ത് ബസിന്റെ പിൻവാതിലിലൂടെ പുറത്തേക്ക് വീണ വിദ്യാർത്ഥിക്ക് പരിക്ക്. ആലുവ തോപ്പുപടി റൂട്ടിലെ അൻസായി എന്ന ബസ്സിൽ നിന്നാണ് അപകടമുണ്ടായത്. ബസ്സിൽ നിന്ന് വീണ ഫെബി ഫ്രെഡിക്കാണ് പരിക്കേറ്റത്. ആര്യ വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആര്യ, ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക്, സ്വകാര്യ ബസ്സുകൾക്കൊക്കെ ഡോറുകൾ നിർബന്ധമാക്കിയിരുന്നല്ലോ. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഈ ബസ്സിന്റെ 2 ഡോറുമില്ല. ആ വാതിൽപ്പടിയിൽ നിന്നാണ് കുട്ടി പുറത്തേക്ക് തെറിച്ചു വീഴുന്നത്. തീർച്ചയായിട്ടും വിനീഷ, പല ബസ്സുകൾക്കും ഓട്ടോമാറ്റിക് ഡോറുകളാണ് ഇപ്പോഴുള്ളത്. എന്നാൽ അത് പൂർണ്ണമായും അടക്കാതെയാണ് ഡ്രൈവിംഗ് തുടരുന്ന സാഹചര്യം പല രീതിയിലായിട്ട് കൊച്ചി നഗരത്തിൽ തന്നെ കാണും. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഡോർ അടക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ബസ് മുന്നോട്ടെടുത്തത്. ആലുവ തോപ്പുംപടി റൂട്ട് സർവീസ് നടത്തുന്ന അൻസായി എന്ന ബസ്സിൽ നിന്നാണ് ഈ കുട്ടി 14 വയസ്സുള്ള ഫെബിൻ ഫ്രെഡി എന്ന കുട്ടി വീണ് പരിക്കേൽക്കുന്നത്. എന്നാൽ ആ വീണിട്ട് പോലും ബസ് നിർത്തുകയോ കുട്ടിയെ പരിശോധിക്കുകയോ ചെയ്യാതെ ബസ് മുന്നോട്ടെടുക്കുന്നതായിട്ടും പരാതികൾ സൂചിപ്പിക്കുന്നുണ്ട്. കുട്ടിയുടെ തോളിലാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 5:30 കൂടിയായിരുന്നു തോപ്പുംപടിക്ക് പോകേണ്ട ബസ് ATS ജംഗ്ഷനിൽ ട്രിപ്പ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു ധൃതിയിൽ വളച്ചെന്നുള്ള ഒരു ആക്ഷേപം കൂടെ ഉയരുകയാണ്. ഇപ്പൊ സ്വകാര്യ ബസിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് നിത്യേന സ്വകാര്യ ബസിനെതിരെ വരുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പരാതിയിൽ ഹാർബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരി, ആര്യ വിനോദ് നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ.